It's me, Shaila's from Good Design. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് എല്ലതും കേട്ടോ. ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കൊക്കെ നെക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്നതാണ്. റേഞ്ച് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത് 890 കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യട്ടോ. അപ്പോൾ ഇവരൊക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC പോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഉള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. റീപ്ലേസ് റീഫണ്ടിങ് വരെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. കോട്ടണില് പക്ക കോട്ടൺ, യെസ്, ടോപ്പ് ഇത് വരുന്നത് പക്ക കോട്ടൺ ആണ്. ബോട്ടം ടോപ്പും പക്ക കോട്ടണിൽ വരുന്നതാണ്. അതിലേക്ക് നല്ലൊരു എന്താ പറയുക, നെക്കിന് എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് കേട്ടോ. ഫുള്ളി എംബ്രോയിഡറി വരുന്നതാണ്. നല്ല മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 46 ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ പോർഷൻ വരുന്നത് കേട്ടോ. ബാക്കും സെയിം തന്നെ പ്രിന്റ് ആണ് വരുന്നത്. സെയിം അല്ല, ചെറിയ വേരിയേഷൻ. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ബോട്ടം വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ. ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ. മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. കോട്ടൺ സിൽക്ക് ആണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് വരുന്നത്. അതിലേക്ക് മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റ് വരുന്ന ദുപ്പട്ട. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ വരുന്നത് കോമ്പിനേഷൻ ഒക്കെ സെയിം തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക്. വൈറ്റ് ആണ് ടോപ്പിലേക്ക് വരുന്നത്. വൈറ്റ് ബോട്ടം കൂടെ വരുന്നുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടാണ്. ടോപ്പ് വരുന്നത് കോട്ടൺ ആണ്. ഇതിന്റെ നെക്കിന്റെ ഏരിയ കണ്ടില്ലേ, ഇതുപോലെ ഒരു നല്ല എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഫുള്ളി നല്ല ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു വർക്ക് വരുന്നുണ്ട് നെക്കിന്. ഒരു പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന ഒരു ടൈപ്പാണ്. 46 ആയിരിക്കും ടോപ്പ് ലെങ്ത് വരിക. നമുക്ക് എക്സ്ട്രാ എന്തായാലും നിങ്ങൾക്ക് 48 ഒക്കെ ലെങ്ത് 49 കിട്ടും. എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബ്ലാക്ക് കളറിലുള്ള അല്ലെങ്കിൽ വൈറ്റ് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഉണ്ട്. എക്സ്ട്രാ നമുക്കൊരു ടോപ്പിന്റെ ലോവർ ഏരിയയിലേക്ക് ഒരു ബോർഡർ പോലെ കൊടുക്കുക. ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ശരി എക്സാക്ട്ലി പാകിസ്ഥാനി സ്റ്റൈൽ വരും. ഇതാണ് സ്ലീവ് പോർഷൻ വരുന്നത് കേട്ടോ. സ്ലീവിന്റെ ഏരിയ ആണ് വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെ, ബാക്ക് ഏരിയ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ അതാണ് വരുന്നത് സെക്കൻഡ് വൺ വരുന്നത്. ഇതിന് ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്ക് തന്നെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റും മൾട്ടി കളറോടൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഇതാണ് സെക്കൻഡ് വൺ വരുന്നത്. ഓക്കെ, തേർഡ് കളർ വന്നിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. പക്ഷെ ബ്ലാക്ക് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, ത്രെഡിന്റെ ആ ഒരു പ്രിന്റിലാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇതിന്റെ ത്രെഡ് വർക്ക് നോക്കി നോക്കിയേ, ചെറിയ ചെറിയ വേരിയേഷനേ ഉള്ളൂ. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഇതാണ് വരുന്നത് 46 ആയിരിക്കും ലെങ്ത്. നമുക്ക് എക്സ്ട്രാ 49 ഒക്കെ കിട്ടണമെങ്കിൽ ബോർഡറിന്റെ പീസ് എക്സ്ട്രാ ലോവർ പാർട്ടിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഇതാണ് സ്ലീവ് പോർഷൻ വരുന്നത്. സ്ലീവിന്റെ ഏരിയ 4XL ആയിരിക്കും സൈസ് ഉണ്ടായിരിക്കുക കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരിക. ഫുള്ളി ത്രെഡ് ആണ് വെച്ചിട്ട് ഫ്രണ്ട് ഏരിയയിലേക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് പാറ്റേണും നെക്കിൽ ത്രെഡ് ആണ് കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. ഇനി ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്ക് ആണ്. അതിലേക്ക് ഇതുപോലെ ഫുൾ പ്രിന്റഡ് ഇതിൽ വരുന്നത്. 890 കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. പിന്നെ ആ ഒരു എന്താ പറയുക, നമുക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, വീട്ടിലേക്ക് ഇടാനുള്ളതാക്കിയിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇടാൻ പറ്റുന്നതാണ്. കുറച്ച് ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രാ നമ്മൾ ബോട്ടത്തിലേക്കൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഒരു റിച്ച് ലുക്ക് ഉണ്ടായിരിക്കും. ശരിക്കും നമുക്കൊരു പാകിസ്ഥാനി ഡ്രസ്സ് ഇട്ട ആ ഒരു ഫീൽ തന്നെ ഉണ്ടായിരിക്കും. അടുത്തത് വരുന്നത് ഫുൾ വൈറ്റ് ഷെയ്ഡ് ആണ്. അതിന്റെ നെക്കിന്റെ ഏരിയയിലേക്ക് വേണ്ട ഫുള്ളി ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്നുണ്ട്. എന്താണോ പ്രിന്റ് വരുന്നത് ആ പ്രിന്റിന്റെ മാച്ചിങ് ആയിട്ടുള്ള കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ ഈ ഭാഗമാണ് സ്ലീവിന്റെ പോർഷൻ വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെ ഫുള്ളി അങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള ബാക്ക് ഏരിയ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ടോപ്പിന്റെ അടിയിലേക്കായിട്ട് ബ്ലാക്ക് കളറിലുള്ള മെറ്റീരിയൽ വെക്കാൻ വേണ്ടിയല്ല, ബോട്ടത്തിൽ തന്നെ വരുന്ന ബോട്ടത്തിന്റെ ഷെയ്ഡ് തന്നെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ദുപ്പട്ട വരുന്നത് ബ്ലാക്ക് ആണ്, കോട്ടൺ സിൽക്ക് ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ദുപ്പട്ട. ഒക്കെ സ്ലൈറ്റ് ആയിട്ടുള്ള മാറ്റമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചെറിയ ചെറിയ വീഡിയോ കാണുമ്പോൾ എങ്ങനെ പെട്ടെന്ന് അറിയുന്നുണ്ട്. അടുത്തത് വരുന്നത് ബ്ലാക്ക് ഡിഫറൻസ് ഉണ്ട്. ബ്ലാക്ക് ഷെയ്ഡിലേക്ക് പിങ്ക് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിങ്ക് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് ആണ്. പിങ്കും ബ്ലൂ കളറൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെയാണ് അതിന്റെ ത്രെഡ് വർക്ക് വരുന്നത്. കണ്ടാ സ്ലീവിൽ വ്യത്യാസം ഉണ്ട് അല്ലേ. സ്ലീവ് പോർഷൻ കണ്ടാ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവും കൂടെ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. ഇനി ഇതാണ് അതിന്റെ ബാക്ക് പോർഷൻ വരുന്നത്. ഇതുപോലെ വരും. 46 ആണ് ലെങ്ത്. നിങ്ങൾക്ക് ലെങ്ത് എക്സ്ട്രാ ഇപ്പോൾ 49 ഒക്കെ ഇടുന്ന ആളാണ്. എനിക്ക് 46 പറ്റില്ല, ഞാൻ എടുക്കണില്ല എന്ന് പറയണ്ട. താഴേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതാക്കിയിട്ട് ജോയിൻ ചെയ്യാം. എക്സ്ട്രാ പീസ് വെക്കാം. ഇനി അത് പീസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഫ്രണ്ട് പോർഷൻ ഫുള്ളി എടുത്തിട്ട് ബാക്ക് പോർഷനിലേക്ക് ജോയിൻ ഇടാം. എനിക്ക് തോന്നുന്നത് താഴേക്ക് ആ
ബോർഡർ വെക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ആവുക കേട്ടോ. പാകിസ്ഥാനി സ്റ്റൈലിൽ എപ്പോഴും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. നെക്കിന്റെ ഏരിയ ഒരു എംബ്രോയിഡറി, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നെക്കിന്റെ ഏരിയ. അടുത്തത് വരുന്നത് വൈറ്റ് കളറാണ്, അതും സൂപ്പറാണ്. ത്രെഡ് വർക്ക് നല്ല അടിപൊളിയാണ് നെക്കിന്റെ. വിത്ത് വൈറ്റ് കളറിൽ വരുന്ന ബോട്ടം, കോട്ടൺ ബോട്ടാണ് വരുന്നത്. ഫുൾ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ബോട്ടം. സ്ലീവ് ആണ് ഈ പോർഷനിൽ വരുന്നത്. നമുക്കൊരു 4XL സൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്ക് ആണ്. കോട്ടൺ സിൽക്കില് മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റ് വരുന്ന കേട്ടോ. അടിപൊളി പീസാണ്. 890 എന്നുള്ള കോസ്റ്റിന് അടിപൊളിയാണ്. അടുത്ത കോട്ടൺ ലൈനിങ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ടിരിക്കുക. അടുത്തത് വരുന്നതും ഡിഫറൻസിന്റെ ബ്ലാക്ക് ആണ്, പക്ഷെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രിന്റും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ നെക്കിന്റെ പാറ്റേൺ വരുന്നത്. സ്ലീവ് പോർഷൻ ആണ്. 4XL ആയിരിക്കും സൈസ്, 46 ആയിരിക്കും ലെങ്ത്. നമുക്ക് എക്സ്ട്രാ ലെങ്ത് വേണമെങ്കിൽ എന്തായാലും ലെങ്ത് വേണമെങ്കിലും ഇനി 45 ലെങ്ത്തുള്ള ആളുകളും താഴേക്ക് ആ ബോർഡർ ജോയിൻ ചെയ്തതാണ് അതിന്റെ ആ ലുക്ക് കംപ്ലീറ്റ് ആവുക കേട്ടോ. ഇതിന്റെ ബാക്ക് പോർഷൻ കാണിച്ചില്ലല്ലേ, ബാക്ക് ഏരിയ വരുന്നത് ഇതുപോലെ എല്ലാതും പ്രിന്റഡ് ആണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഫുൾ പാനൽ ടൈപ്പിൽ വരുന്ന പ്രിന്റിംഗ് ആണ്. അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് ആണ്. വെർട്ടിക്കൽ ലൈൻസ് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ദുപ്പട്ട. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് കളർ ആണ്. അതിൽ നമ്മൾ ഇതിന്റെ ബ്ലാക്ക് ഷെയ്ഡ് കാണിച്ചു വന്നു, പിങ്ക് ആണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിലേക്ക് വൈറ്റ് കളറിൽ വരുന്ന ബോട്ടാണ്. നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടാണ് വരുന്നത്. 46 ആയിരിക്കും ലെങ്ത്. 4XL സൈസ് ഉണ്ടായിരിക്കും. സ്ലീവ് പോർഷൻ ആണ് ഈ സെപ്പറേറ്റ് കാണുന്നത് കേട്ടോ. ഈ ഒരു പോർഷനിലാണ് സ്ലീവ് ഏരിയ വരുന്നത് കേട്ടോ. അടിപൊളി എന്താ പറയാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷെ നല്ല നല്ല രസമുള്ള ഡിസൈനുകളാണ് കേട്ടോ. പിന്നെ 890 എന്നുള്ള കോസ്റ്റ് നല്ല വർത്തായിരിക്കുന്ന ഒരു ഐറ്റം ആണ്. ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്ക് ആണ്. സിൽക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ലാസ്റ്റ് പീസ് ആട്ടത്. അപ്പൊ 8 ഡിസൈൻസ് ആണ്. 4 ബ്ലാക്കും 4 വൈറ്റും കാണിച്ചത്. വീഡിയോയിലത്തെ പീസ് പെട്ടെന്ന് ഇഷ്ടമാകുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്കും ബൈ.